കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടത്തോടെ സമാപനമായി. ഒരു മാസത്തോളം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവത്തിൽ 40 ലക്ഷത്തോളം ഭക്തരാണ് ദർശനം തേടിയെത്തിയത്. അടുത്ത വൈശാഖ മഹോത്സവത്തിലുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള നാളുകൾ. രാവിലെ വാകച്ചാർത്തോടെയാണ് തൃക്കലശാട്ടിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അക്കര സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. നമ്പീശൻ, വാരിയർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ 4 തൂണുകൾ പിഴുതെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിച്ചു. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യാഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിൽ അർപ്പിച്ചു. മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടന്നു. തുടർന്ന് മുളക്, ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കുടിപതികൾ കഴിക്കുന്ന തണ്ടുമ്മൽ ഊണ് എന്ന ചടങ്ങും നടന്നു. തൃക്കലശാട്ടത്തോടെ പരാശക്തിയുടെ വാൾ മുതിരേരിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. ഇതോടെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയായി. ലക്ഷത്തോളം ഭക്തർ ഇത്തവണ കൊട്ടിയൂരിൽ ദർശനത്തിന് എത്തിയെന്നാണ് കണക്ക്. മഴയുടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ വളരെ ഭംഗിയായി 28 ദിവസം ഉത്സവം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ ഈ വൈശാഖ മഹോത്സവ കാലത്ത് ദർശനം നേടി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് വന്നിരിക്കുന്നത്. ഇനി ഒരു വർഷം അക്കരെ കൊട്ടിയൂർ പ്രകൃതിയുടെ മഹാനിശബ്ദതയിൽ ലയിക്കും. ഭക്തർക്ക് ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പിന്റെ നാളുകളാണ്. ജനം, കൊട്ടിയൂർ.